रघुपति राघव राजा राम पतित पावन सीताराम। रघुपति राघव राजा राम पतित पावन सीताराम। ईश्वर अल्लाह तेरो नाम सबको सन्मति दे भगवान। ईश्वर अल्लाह तेरो नाम सबको सन्मति दे भगवान। ईश्वर अल्लाह तेरो नाम सबको सन्मति दे भगवान। रघुपति राघव राजा राम पतित पावन सीताराम। ईश्वर अल्लाह तेरो नाम सबको सन्मति दे भगवान। ईश्वर अल्लाह ഇത്രയധികം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു മഹാൻ ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹം ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള കാര്യം അഹിംസ, അതുപോലെ സഹന സമരത്തിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിക്കുക, സമർപ്പിക്കുക, അതിന് പരിഹാരത്തിനുണ്ട്. ഇത് വിദ്യാരംഗത്തിന്റെ ഒരു തനത് പരിപാടിയാണ്. മറ്റ് ജില്ലകളിലൊന്നും കാണാത്ത ഒരു പരിപാടിയാണ് നമ്മുടെ ഗാന്ധി ദർശൻ സർഗോത്സവം. മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാരംഗം എപ്പോഴും ഇത്തരം ഒരുപാട് പരിപാടികൾ ഏറ്റെടുത്ത് നടത്താറുണ്ട്. അതിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ പോലും നമുക്ക് നമ്മുടെ വിദ്യാരംഗം കൺവീനർക്ക് മുമ്പ് വിരോധമായിട്ടുള്ള സമയത്ത് മികച്ച ജില്ലാ കൺവീനർക്കുള്ള സംസ്ഥാന അവാർഡ് വരെ നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, പ്രിയമുള്ളവരെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സഫീക, ഈ പരിപാടിയുടെ വിശദീകരണം നിർവഹിച്ച പ്രിയപ്പെട്ട കുട്ടി ശ്രീമതി കെ ജുവേലിയത്ത് തുടങ്ങി വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഭീമനാട് UP സ്കൂളിലെ അധ്യാപകരെ, അധ്യാപികമാരെ, ഈ പ്രദേശത്തെ രക്ഷകർത്താക്കളെ, നല്ലവരായ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായ പ്രിയപ്പെട്ട കുട്ടികളെ, ഗാന്ധി ജയന്തി ദിനം ഇന്ന് നമ്മളൊരു ദിവസം അവധി പ്രഖ്യാപിച്ച് ഗാന്ധി ദർശനങ്ങളുടെ പ്രസക്തിയെ സംബന്ധിച്ച് നമ്മൾ സ്വയം ബോധ്യപ്പെടുകയും സമൂഹത്തെ കൂടുതൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസമാണ്. നമ്മുടെ രാജ്യം വലിയ ഒരു പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യം നേടിത്തന്ന വിദേശികളുടെ കയ്യിലായിരുന്നു. 4-5 നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന വൈദേശികാധിപത്യം ഇന്ന് ഇന്ത്യയെ ഇന്ത്യക്കാരൻ ഭരിക്കുന്നു. നിങ്ങളുടെ ജനപ്രതിനിധിയെ, നമ്മുടെ ജനപ്രതിനിധികളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു. എന്നാൽ അന്ന്
അഹിംസ ആയുധമാക്കി ലോകം മുഴുവൻ വിശ്വസമാധാനവും ശാന്തിയും പകർത്തിയ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ 143-ാം ജന്മദിന ആഘോഷത്തിന്റെ നിറവിലാണ് നാം ഇന്ന്. ആ ബാപ്പുജിയുടെ ആ ധനസ്ഥനായ ഫക്കീറിന്റെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ലോകം മുഴുവൻ ഉദ്ഘോഷിപ്പിച്ച ആ മഹാത്മാവിന്റെ ജീവിതചര്യയിലൂടെ നമ്മളും നടക്കണം, നടന്നു നീങ്ങണം. रघुपति राघव राजा राम पतित पावन सीताराम। रघुपति राघव राजा राम पतित पावन सीताराम। सीताराम सीताराम भज मन प्यारे सीताराम। रघुपति राघव राजा राम पतित पावन सीताराम। അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട തിരുവാടാമൻ അവர்களാണ്. വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെല്ലാവരും ഗാന്ധിജിയെ കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ വായിച്ചറിഞ്ഞിട്ടേ ഉള്ളൂ. അതേസമയം ഗാന്ധിജിയെ കണ്ടറിഞ്ഞ, ഗാന്ധിജിയെ തൊട്ടറിഞ്ഞ സമാദരണീയനായ ശ്രീ കർത്താട്ട് ബാലചന്ദ്രൻ ഇവിടെയുണ്ട്. സജീവമായി പറയുകയും പറയുമ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എൻ്റെ ഈ സ്നേഹിതനെ ഈ പ്രദേശത്ത് വരാൻ നിങ്ങളൊക്കെ അനുഭവം നേരിട്ട് കാണാൻ സാധിച്ചത്. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കവിത കേൾക്കുന്നതും പഠിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഞാൻ വന്ന് ആ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോൾ ഒന്നാമത്തെ കവിതകൾ കോമ്പറ്റീഷന് വേണ്ടി പാടുന്ന കുട്ടികളൊക്കെ ശബ്ദം കിട്ടും, അവരെ ആ ശബ്ദശുദ്ധി കിട്ടും, ആഗ്രഹം തന്നെ ഇതൊക്കെ ബാധിച്ചു. പിന്നെ ഒക്ടോബർ 4 ഭാരതീയ ഭാഗ്യം ആദ്യമായി ഉദിച്ചോര സുദിനം വരുന്നേരം. ഇളവജമാൽ എന്നെ പിടിക്കുന്ന ആളെ എൻ്റെ ഒരു സ്നേഹിതൻ 24 വരി കവിത എഴുതിയിട്ടുണ്ട്. പ്രസംഗത്തിനേക്കാൾ നല്ലത് കവിത എഴുതിയില്ല. ആയിരക്കണക്കാണ്ടായ ശാന്തമനർഗണം ആറ്റഭാരതം ഒറ്റമയം വെല്ലിവ. ഞാനിവിടെ വന്നു അമ്പട്ടേക്കാണ്, ഒന്നാണ് അമ്പട്ടേക്കാണ്. ഗാന്ധിജി
ഒരു സമ്മേളനത്തിന് പോകുമ്പോൾ അവിടെ കുറേ സ്ത്രീകളെല്ലാം അദ്ദേഹത്തെ കണ്ടു. ഞങ്ങൾക്കൊന്നും ഒരു തൊഴിലുമില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ 100 അടിയിക്കുന്നു, അതിൻ്റെ യന്ത്രങ്ങളൊക്കെ തട്ടുമ്പോട്ട് കിടക്കുന്നുണ്ട്, അതിനാർക്കെങ്കിലും സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെറിയ നിലയിൽ തുടങ്ങി ഈ ഭാരതത്തിൻ്റെ മോചനത്തിന് ആവശ്യമായ ഒന്നാണ് സർക്കാർ എന്നും ഖാദി എന്നും പറഞ്ഞത്. ചക്ലിയനും പളയൻ തീയൻ ഈഴുവൻ നമ്പൂതിരി വൈറാവ് കൊങ്ങണി സിക്കും ക്രിസ്ത്യൻ മുസ്ലിമും ഇളയതും ആരാരും ആരോടിയും എത്ര ജാതിക്കാരാണ് നമ്മുടെ നാട്ടിൽ ആലോചിച്ചത്. ഹിന്ദുവിൻ്റെ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതംഗമയ. അത് കഴിഞ്ഞ് മുസ്ലിമിൻ്റെ പ്രാർത്ഥന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ക്രിസ്തീയ പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഉണ്ടാകണമേ. ഞങ്ങൾക്ക് അന്ന് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് പൊറുക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും കുറ്റങ്ങളും പൊറുക്കണമേ. ആമീൻ. അപ്പോൾ നമുക്ക് കാടപ്പഴമാണ് വന്നിരിക്കുന്നത്. ഇന്ത്യനെ സ്വതന്ത്രമാക്കണം. സ്വതന്ത്രമാക്കണമെങ്കിൽ ഒരേ ഉദ്ദേശശുദ്ധിയോടുകൂടി ആളുകൾ പോകണം. അതിനുള്ള വിദ്യ ഉണ്ടാകുക. നിങ്ങൾ കണ്ടില്ലേ പോലീസിലും പട്ടാളത്തിലൊക്കെ ചേർന്ന് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് ചവിട്ടി പോണത്. എന്ന മാതിരി നമുക്ക് രഘുപതി രാഘവരാജാരാം പരീത പാവന സീതാര ഇത് താളം പിടിച്ച് ശീലിച്ചു. സ്നേഹം ഉണ്ടെങ്കിലും കുട്ടീനെ കുളിപ്പിക്കണം. കുളിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ശുദ്ധജലം വേണം. ശുദ്ധജലത്തിൽ കുളിപ്പിക്കാൻ മതിയോ? പിന്നെന്ത് വേണം? കുട്ടിയുടെ ദേഹത്തിലെ തണുപ്പ് മാറ്റണം. നമ്മളെ വയറ്റിലാവുമ്പോൾ തണുപ്പൊന്നും നമ്മൾ നോക്കണ്ട. പുറത്തേക്ക് വന്നാൽ കുട്ടിക്ക് കരയാൻ തുടങ്ങും ഇല്ലേ? ചെറിയ കുട്ടികൾ കരയാൻ തുടങ്ങും. ആ കുട്ടി കരച്ചിൽ മാറ്റി തണുപ്പോട് ഒന്നും കൂടാതെ കിടത്തണമെങ്കിൽ വസ്ത്രമാണ്. അപ്പം മുതൽക്ക് മരിച്ച് ഏറ്റവും വലിയ പണക്കാരനായ രാജാവായാലും മരിച്ചാൽ ഏറ്റവും നല്ല വില കൂടിയ നല്ല തുണി കൊണ്ട് പൊതിഞ്ഞിട്ടാണ് കൊണ്ട് സംസ്കരിക്കുന്നത്. ഖദർ ധരിക്കുക. ഖദർ നൂൽക്കുന്ന സ്ഥലം അവിടെയൊക്കെ പോയാൽ പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് ജയിലിലായിരുന്നു. കാരണം അവരിവിടുന്ന് പറപ്പിക്കണമെങ്കിൽ നമ്മൾ അവരുടെ അടിമയാവാൻ പാടില്ല. നമുക്ക് വിദേശത്തു നിന്ന് വന്ന വസ്ത്രങ്ങൾ ഇവിടുന്ന് പരിച്ച് കൊണ്ടുപോയി മുള്ളും ഒക്കെ ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വലിയ വിലയ്ക്ക് വിൽക്കുന്നത് വാങ്ങി ധരിക്കേണ്ടി വരികയായിരുന്നു. അതില്ലാതാക്കാൻ ഇവിടെ തന്നെ വസ്ത്ര സ്വയം സമ്പൂർണതയ്ക്ക് വേണ്ടിയാണ് ഖാദി പ്രവർത്തനം പറഞ്ഞത്. തീണ്ടുമ്പോൾ പാലൻപോൽ ദൂരത്തോ നിൽക്കണം, തീണ്ടൽ മതമായി ഹിന്ദു മതം. പാലൻ പോയാലിയായി അഥവാ ജോർജായി വന്നാൽ അവനോട് കോലായമേലങ്ങു കയറി നിൽക്കാം. അങ്ങനെ ഹിന്ദു മതത്തിൽ ഏറ്റവും വലിയ തെറ്റ് ഉണ്ടായിരുന്നു ജാതി വിഭജനം. അതെ ഗാന്ധിജി ഇല്ലാതാക്കി. ഈ മദ്യത്തിന് ഒരു മഹാദോഷമുണ്ട്. ഒരു സന്യാസി ഇങ്ങനെ പോവുമായിരുന്നു. പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു വഴി ദൂരം പോകണം. അന്ന് പോകാൻ സാധിക്കില്ല, രാത്രി ആയി. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. വളരെ താമസിച്ചോളൂ, പക്ഷെ 3 കാര്യം ഞങ്ങൾ പറയും. അതിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലവും തരാം, നാളെ പോകാൻ ആളെയും തരാവുള്ളൂ. സന്യാസിക്ക് എന്താ വേണ്ടതെന്ന് അറിയും. ആദ്യം പറഞ്ഞു, ആ മുറിയിലെ ഒരു കുപ്പിയുണ്ട്, ആ കുപ്പിയിലെടുത്ത് കുടിക്കണം. പോയി നോക്കുമ്പോൾ അത് മദ്യമാണെന്ന് മനസ്സിലായപ്പോൾ സന്യാസി കുടിച്ചില്ല. പിന്നെ തൊട്ടടുത്ത് കല്യാണം ചെയ്യാൻ പാടില്ല സന്യാസിക്ക്, ആ സ്ത്രീനെയായിട്ട് ബന്ധപ്പെടണം തോന്നും, അതിനൊന്നും സന്യാസി ചെയ്യില്ല. അപ്പോൾ ഇതിലൊന്നും ദോഷമില്ലാത്തൊരു കാര്യമാണെന്ന് വിചാരിച്ച് കള്ള് കൊടുത്ത് കുടിച്ചു. കള്ള് കൊടുത്ത ആള് ഉടനെ 2ാമത്തെ മുറിയിലേക്കും പോയി, 3ാമത്തെ മുറിയിലും പോയി. അങ്ങനെയാണ് നിശ്ചയം. അപ്പോൾ മദ്യം എന്ന് പറയുന്ന വസ്തു ഇങ്ങനെ മഹാദ്രോഹമാണ്. ഇപ്പോൾ ഒരു മുസ്ലിമിൻ്റെ രക്തം ഹിന്ദുവിനെ കൈകിലെ രക്ഷപ്പെടാറുണ്ട്. അമ്മായി രണ്ടാമത് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിയുണ്ടാണ്. അപ്പോൾ മനുഷ്യരെ വെറുതെ പറഞ്ഞുണ്ടാക്കിയിട്ടും ആവശ്യമില്ലാതെ ഉണ്ടാക്കിയതാണ് കാരണമാണ്. ഇങ്ങനെയുള്ള ആളുകളെ ഒരു നാട്ടിൽ ഒരാളുണ്ടായാൽ മതി, ബാക്കിയുള്ളവരൊക്കെ നന്നാകും. ഗാന്ധിജിനെ പറ്റി പറയുന്നു, അങ്ങേ വെടിവെച്ച ഭൂമിയിൽ പിറക്കാനും അങ്ങ് വിശ്വസിച്ചവരും വായിൽ വിശ്വസിക്കാനും അങ്ങനെ ചെയ്ത പുണ്യപാഠങ്ങൾ പഠിക്കാനും
നിങ്ങൾക്ക് സൗഭാഗ്യം തന്ന ബാപ്പുജി നമസ്കാരം. 24 വരി കവിത ചെല്ലാം. ആയിരക്കണക്കാണ്ടായ ശ്രാന്തമർഗളം ആർഷഭാരതം നോറ്റ നയമ്പിൻ വിഭാഗമേ ഈശ്വര സ്നേഹം മൂർത്തിഭാവമാച്ചു സ്നാസുരനക്ഷത്രമേ ബാപ്പുജി നമസ്കാരം. അക്രമമഹിംസയാധികൃതം ഭുവനത്തിൽ അക്രമരാഹിത്യം താൻ അജയ്യം വജ്രായി ദുഷ്കൃതം സത്യാർത്ഥികൾക്ക് എന്നുമേ ഭവിക്കില്ലെന്നൊക്കെയും പഠിപ്പിച്ച ബാപ്പുജി നമസ്കാരം. ഇന്ത്യക്കാരൻ്റെ ആവണം. ഇന്ത്യക്ക് വേണ്ടതൊക്കെ നമ്മൾ ഇന്ത്യക്കാരുണ്ടാകണം. അതിന് ആ സ്പിരിറ്റ് ഉണ്ടാവണം. ഭാരതത്തിൻ്റെ സ്പിരിറ്റ് വേണം. ആ സ്പിരിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ല. ഗാന്ധിജിയെ പോലെ ഒരാളെ ഉണ്ടാവില്ല. രാമശബ്ദത്തെ പോലും വെറുത്ത മുസൽമാനും രാമശബ്ദത്തെ പേർക്കും പാടുന്നു രാംഗംഗ. സീമയറ്റഴും മതഭ്രാന്തിനെ പോലും ദിവ്യസ്നേഹത്താലകറ്റിയ ബാപ്പുജി നമസ്കാരം. ഒരുവൻ പ്രതികാര രുദ്രനായിക്ക് സ്നേഹപരമാണ് അഹിംസയ്ക്കങ്ങാശിച്ചാൽ ബലം നൽകി കേവലം മതാന്ത്യത്തിൻ ബലിപീഠത്തിൽ സ്വയം ജീവിതം സമർപ്പിച്ച ബാപ്പുജി നമസ്കാരം. ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുക ചെയ്തത്. ഗാന്ധിജി ഒരു കുറ്റം ചെയ്തില്ല. അദ്ദേഹം ഹിന്ദു മതക്കാരത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഹിന്ദുക്കളെ മാത്രം ആളാണെന്നൊരു ധാരണയുണ്ടായി. തെറ്റാണത്. ഗാന്ധിജി രാമനെ പറ്റി പറയും. രാമൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു രാജാവാണ്. പക്ഷേ രാമന്റെ ഗുണം ഉൾക്കൊണ്ടാൽ ഇന്ന് ഇന്ത്യയിൽ ഈ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തു ഞാൻ ചെയ്യേണ്ടു ശങ്കര ദൈവമേ എന്തോരുകിടുന്നി തന്മാനസം എത്ര ചെറുമക്കൾ ആദി വെട്ടിടും എത്രയോ കുഞ്ഞുങ്ങൾ കെണിയിടുന്നു കാണുക വയ്യേനിക്കീശ്വര ദൈവമേ കേണുവാനിരൂമി പാവങ്ങളെ വേലക്കീവർ വേണം കാവൽക്കീവർ വേണം മാലുകളെല്ലാം സഹിക്ക വേണം കക്കൂസു കോരുവാൻ വേണമി സാധുക്കൾ ചക്കേളി പൊട്ടു പട്ടി പോലോടിയിടണം നട്ടെല്ലു പൊട്ടിച്ചു ഇലയെടുത്താലും പട്ടിണി തീർക്കുവാൻ കൂലിയില്ല വിദ്യാഭ്യാസം ഇവർക്കൊന്നുമേ പാടില്ല ഉദ്യോഗമൊന്നുമേ നോക്കിക്കൂടാ സാസു അറിയാതെ ശുദ്ധപശുക്കളായി ദാസ്യം വഹിച്ചവർ ജീവിക്കണം. ഇങ്ങനെയുള്ള തടസ്സം കാരണം ഒരാൾക്കും വളരാൻ വയ്യാത്ത സ്ഥിതിയാണ്. ചേരാം നാട്ടാരി ചേരുക നാമൊന്നായി വേറെ നിന്നിനിയാലും നേരെ ആവാൻ നോക്കണ്ട. അപ്പോ ഒരു വിരലുകൊണ്ടടിച്ചാൽ വലിയ വേദന ഉണ്ടാവില്ല. 5 വിരലും കൂടി നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെന്ന് വിശ്വാസത്തോടുകൂടി ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ എല്ലാവരും ഇതിനു വേണ്ടി പതിനും നമ്മൾ ചെയ്യില്ല. നിങ്ങൾക്ക് വീണ്ടും എൻ്റെ ശുപാർശ. അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും കർത്താവ് ഇവിടെ വരുന്നതിന് ഞാനും ഒരു നിമിത്തമായി എന്ന് തോന്നുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായും ആ സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. എൻ്റെ നന്ദി നല്ലതാണ്. നമ്മുടെ വിദ്യാലയം ഏറ്റെടുത്ത പ്രദർശനത്തിൽ നമ്മുടെ മീനങ്ങാട് പ്രദേശത്ത് താമസിക്കുന്ന മാധവിയമ്മ അവർ 50 ചർക്ക ഉപയോഗിച്ച് നൂൽ നൂൽക്കുന്ന ഒരു കാഴ്ചകൾ കണ്ടു. ഈ നൂൽ നൂൽക്കുന്നതാണ് അത് നമ്മുടെ ഈ പ്രദർശനത്തിൽ വന്ന് അവരത് നമുക്ക് കാണിച്ചു തന്നു. എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ ചടങ്ങിൽ അവരെ ഒരു പൊന്നാട അണിയിക്കുന്നുണ്ട്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മാധവി അമ്മ അവരെ ക്ഷണിച്ചു. മാംസവും മജ്ജയും ലക്ഷണവുമാണ് ഒരു മനുഷ്യൻ ഇതുപോലെ ഈ ഭൂമുഖത്ത് കൂടി നടന്നുപോയി എന്ന കാര്യം
വരുന്ന തലമുറ ഒരുപക്ഷെ വിശ്വസിച്ചേക്കില്ല എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. നമ്മുടെ ഒക്ടോബർ 2 എത്രയോ കടന്നുപോയിരുന്നു നമ്മളൊക്കെ ജീവിതത്തിൽ. പക്ഷേ ഈ ഒക്ടോബർ 2 അവിസ്മരണീയമായി അടയാളപ്പെടുത്തപ്പെട്ടതായി നമുക്കൊക്കെ ലഭിച്ചത് ചില മഹത് സാന്നിധ്യങ്ങൾ കൊണ്ടാണ്. ഇവിടെ രമണൻ സാറ് പറയണ്ടായി, വർത്തമാനകാലത്തിന്റെ പ്രതിസന്ധികളിലൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോഴും അത്രയേറെ കരുത്തുറ്റ സാന്നിധ്യമായി ഗാന്ധിജി നമ്മളോടൊപ്പമുണ്ട്. ഈ വലിയ വേളയിൽ നമ്മുടെ സമാപന സമ്മേളനം പറഞ്ഞ സമയത്തിലും അല്പം വൈകിയെന്ന് തോന്നുന്നു. സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ വിദ്യാലയത്തിന്റെ PTA പ്രസിഡന്റ് അബ്ദുൽ ഖാദർ. ഗാന്ധിജിയെ കുറിച്ച് ഗാന്ധി ദർശൻ പരിപാടിയിൽ നിന്ന് രാവിലെ മുതൽ നമ്മൾ ഈ സമയം വരെ പലതും കേൾക്കുകയും പലതും കാണുകയും കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഗാന്ധിജി ജനിച്ച ദിവസമാണെന്ന് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഗാന്ധിജിയെ കുറിച്ച് കൂടുതൽ അറിവ് പകരാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ഈ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചത്. അതെല്ലാം കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.